26-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കും. ഇത് 2 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വേദഭാഗം വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ആരെക്കുറിച്ചാണെന്നും എന്താണെന്നും എന്താണ് അതിൻ്റെ പിന്നാമ്പുറത്തെ കഥകളെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം നമ്മൾ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവരായതുകൊണ്ട് ആരെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കേട്ട സാക്ഷ്യവാചകങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ സന്തോഷമായി മാറുവാനിടയായിത്തീർന്നു. പ്രത്യേകിച്ച് നമ്മൾ പ്രിയ ലീന ടീച്ചറിനെയും പ്രിയ എമിൽ ബ്രദറിനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു വിട്ടുപോയി തോന്നുന്നു. പ്രത്യേകമായിട്ട് പ്രിയ സഹോദരന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നമുക്കറിയാം ആഫ്രിക്കയിലാണ് ഇപ്പോൾ ആ രോഗം കൂടുതലായിട്ട് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം തൻ്റെ മകനെ അവിടെ സൂക്ഷിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാതെ ദൈവം തന്നെ പരിപാലിക്കേണ്ടതിനായിട്ട് ദൈവസഭ എല്ലാവരും എമിൽ ബ്രദറിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ദൈവസേവത്തെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ. ദൈവം നമ്മളെ എത്രയധികം സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ എത്രയധികം മാനിക്കുന്നു, ദൈവം എത്രയധികം നമ്മളെ അനുഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം എത്ര നല്ല നിലയിൽ മറുപടികൾ നൽകുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമുള്ള അനുഭവമാണ്. അല്ലെങ്കിൽ അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്തു. വെറുതെ വാക്കാൽ പറയുന്നതല്ല. അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി അത് പറയണമെന്നും വിചാരിച്ചതല്ല. എങ്കിലും അല്ലെങ്കിൽ ദൈവസഭയുടെ ദൈവമക്കളുടെ ആത്മീയവർദ്ധനയ്ക്ക് വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാനത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം, ഒരു കാര്യം മാത്രം ഞാൻ വേഗത്തിൽ പറയാം. വലിയ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചില സാമ്പത്തിക പ്രയാസങ്ങൾ അല്ലെങ്കിൽ അത് ഞങ്ങളാരോട് പറഞ്ഞിട്ടില്ല എങ്കിലും ചില സാമ്പത്തിക പ്രയാസങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. വലിയ പുള്ളിക്കാരിൻ്റെ സാലറി ലഭിക്കുന്നതിനുള്ള തടസ്സം, കാലതാമസം, അങ്ങനെ 2 മാസം 3 മാസമൊക്കെ അങ്ങനെ തള്ളി നീക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയൊക്കെ ദൈവം വളരെ വിശ്വസ്തയോടെ, ദൈവം വളരെ നല്ല നിലകളിൽ എപ്പോഴും കഴിയുന്നത് പോലെ തന്നെ കഴിയുവാൻ ദൈവം കൃപ നൽകും. അല്ലെങ്കിൽ അത് ദൈവത്തിന്റെ വിശ്വസ്തത. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് സോറി, എന്നോട് നമ്മുടെ ലീന ടീച്ചർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മോളുടെ ഫീസ് അടച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ടീച്ചറിനോട് പറഞ്ഞില്ല, ടീച്ചർ അടച്ചില്ല, ഞാൻ വരുന്നുണ്ട്, തിങ്കളാഴ്ച ഞാൻ വന്ന് അടയ്ക്കും എന്നൊക്കെ ഞാനങ്ങനെ പറഞ്ഞു. വലിയ വാസ്തവത്തിൽ അതിനുള്ള പൈസ ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു ആ സമയം. വലിയ അപ്പം ഞാൻ ടീച്ചറിനോടൊന്നും പറഞ്ഞില്ല. ടീച്ചറിനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ട്, അടയ്ക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് ആ രീതിയിൽ അങ്ങ് വിട്ടു. വലിയ എങ്ങനെ ടീച്ചർക്ക് പറയുന്നതിന് മുമ്പ് എൻ്റെ ഹൃദയത്തിൽ ഞാനിങ്ങനെ എങ്ങനെ അടയ്ക്കുമെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ പ്രാവശ്യം നല്ലൊരു എമൗണ്ടാണ് വരുന്നത്. ഈ പ്രാവശ്യം അവർ ഫീസും കാര്യങ്ങളൊക്കെ കൂട്ടിയത് കൊണ്ട് വലിയൊരു എമൗണ്ടും കൂടി വന്നു. പുള്ളിക്കാരിക്ക് ലഭിക്കേണ്ടത് കിട്ടിയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അടച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പോലും കുഞ്ഞുങ്ങളുടെ പേര് ചേർക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശരിക്കും എനിക്കൊരു സങ്കടമുണ്ടെങ്കിലും നമ്മളത് ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ അങ്ങനെ നിന്നു. ഞാൻ പറഞ്ഞു ടീച്ചറിനോട്, ഞാൻ സ്കൂൾ തുറന്നുകൊണ്ട് അടയ്ക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ഉപവാസിച്ച് ദൈവസന്നിധി ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ വേറൊരു ആവശ്യത്തിന് വേണ്ടി ഒരാൾ എനിക്ക് കുറച്ച് പൈസ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആ പൈസ ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ അതൊന്ന് റോൾ ചെയ്യാം, അത് കൊണ്ടുപോയി ഫീസൊക്കെ അടയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് നാട്ടിൽ പോവുകയും ചെയ്തു. നാട്ടിലേക്ക് ഒരു ദിവസത്തേക്ക് പോയിട്ട് നാട്ടിൽ പോയത്. പുള്ളിക്കാരോട് പറഞ്ഞു ഞാൻ ഉണ്ടായിരുന്ന പൈസ അയച്ചു കൊടുത്തു. പുള്ളിക്കാരത്തി ദിവസം എനിക്കൊന്ന് ശനിയാഴ്ച ഒന്ന് പോയി ഫീസെല്ലാം അടച്ച് അവിടെ തിരിച്ചു വന്നു. അങ്ങനെ വന്നു. അപ്പം
ഈ 2-3 ദിവസം കൂടുതൽ ഈ കാര്യങ്ങളെല്ലാം ക്രമപ്പെടണം, എടുത്ത പൈസ തിരിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കണം. എന്നാലും ഞാൻ നാട്ടിൽ പോയ സമയത്ത് നാട്ടിൽ പോയിട്ട് തിരിച്ച് അവിടുന്ന് യാത്ര പറഞ്ഞ് അവിടുന്ന് വരുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കയ്യിൽ ഒരു പൊതി അവനെനിക്ക് തന്നു. അല്ലെങ്കിൽ അപ്പം ഞാൻ അവിടെ വെച്ച് അത് ഞാൻ അവരോട് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, കാരണം അവൻ്റെയും കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഒന്ന് വേണ്ടാന്നൊക്കെ പറഞ്ഞുവെങ്കിൽ നിർബന്ധിച്ച് ഞാനത് വാങ്ങിയിട്ട് വന്ന് അവിടെ വെച്ചെങ്കും ഞാൻ അവിടുന്ന് നേരെ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ വന്നു. തിരുവല്ലയിൽ ബസ് കയറി അവിടെ നേരെ വാളയാറ് വന്നിറങ്ങി. അപ്പോഴൊന്നും ഞാൻ ഈ പൊതി നോക്കുന്നു ഒന്നുമേ ഇല്ല, അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞ് ഇന്ന ആളെനിക്ക് ഒരു പുതിയതായിട്ട് തന്നിട്ടുണ്ട്, ഏതാണെന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളത് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എത്ര ആയിരുന്നു മോളുടെ ഫീസിന് വേണ്ടി ഞാൻ അറേഞ്ച് ചെയ്തത്, ആ പൈസ അങ്ങനെ തന്നെ എനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അല്ലിയ ഇപ്പൊ ഞാൻ പറഞ്ഞു എന്തെന്ന് ചോദിച്ചാൽ അല്ലിയ ദൈവം നമ്മളുടെ മനസ്സ് അറിയുന്നുണ്ട്. അല്ലിയ നമ്മൾ ഓർക്കും ഇതാരും അറിയുന്നില്ല എന്നാണ് നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കുന്നത്. അല്ലിയ എന്നാൽ ദൈവം കൃത്യമായിട്ട് അല്ലിയ കാര്യങ്ങളെ തക്ക സമയത്ത് അല്ലിയ ഞാൻ കുഞ്ഞുങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടും പൈസ ഇല്ലാത്തതുകൊണ്ട് ഫീസ് അടയ്ക്കരുതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അല്ലിയ എന്നാൽ ദൈവം തക്ക സമയത്ത് ഒരു ദിവസം പോലും ലേറ്റ് ആവാതെ അല്ലിയ ആ പണം ലഭിക്കത്തക്ക നിലയിൽ കർത്താവിന്റെ കരം പ്രവർത്തിക്കുവാനായിട്ട് ഇടയായത്. ഞാൻ പറഞ്ഞ എന്തെന്ന് ചോദിച്ചാൽ അല്ലിയ നമ്മുടെ ദൈവം നമ്മെ എന്ത് ചെയ്യില്ല, കൈവിടുകയില്ല. അല്ലിയ ഒരിക്കലും നമ്മളെ ദൈവം എന്ത് ചെയ്യത്തില്ല, കൈവിടുകയില്ല. അല്ലെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്. ഇത് നമ്മൾ വായിച്ച ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അല്ലിയ നമ്മൾ വായിച്ച ഇങ്ങനെ ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സക്രിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ എന്ത് ചെയ്തു, അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകുവാനായിട്ട് ഇടയായി തീർന്നു. അല്ലിയ ഈ പറയുന്നത് അല്ലിയ ഉസിയാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം ഉസിയാവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ പരിചയം. ഉസിയാവ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒരു രാജാവായിരുന്നു. അല്ലിയ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉസിയാവ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് യെശയ്യാ പ്രവചനം അല്ലേ? ഉസിയാവ് മരിച്ച ആണ്ടിൽ ഉയർന്നു പൊങ്ങി വിരിക്കുന്ന സിംഹാസനം, അതാണ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന പെട്ടെന്നുള്ള ഭാഗമുള്ളത്. ആ ഉസിയാവ് തന്നെയാണ് ഈ ഉസിയാവ്. അല്ലിയ ഈ ഉസിയാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അല്ലിയ അദ്ദേഹത്തിന്റെ ഭരണം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഭരണമായിരുന്നു. അല്ലിയ അതിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മഹാനായ രാജാവായിട്ട് തന്നെയാണ് തന്നെ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അതായത് ദാവീദിനും ശലോമോനും ശേഷം യഹൂദയിൽ ഭരണം നടത്തിയ ഏറ്റവും മഹാനായ ഒരു രാജാവായിരുന്നു ആര്? ഉസിയാവ്. അല്ലിയ തന്റെ ഭരണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലിയ എല്ലാ മേഖലകളിലും തനിക്ക് വിജയമുണ്ടായിരുന്നു. അല്ലിയ എന്ന് പറഞ്ഞാൽ അല്ലിയ വലിയ സൈനിക സമ്പത്ത് തനിക്കുണ്ടായിരുന്നു, വലിയ സൈന്യം. അല്ലിയ ഏകദേശം അല്ലിയ 3,07,500 അങ്ങനെന്തോ പടയാളികളുള്ള ഒരു വലിയ സൈന്യത്തിന്റെ ഉടയവനുമായിരുന്നു ഇദ്ദേഹം. അല്ലിയ എന്ന് പറഞ്ഞാൽ വലിയ സൈന്യബലമുണ്ട്. മാത്രമല്ല അല്ലിയ തനിക്ക് ഭയങ്കര കൃഷി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. കൃഷി അല്ലിയ എന്ന് പറഞ്ഞാൽ അല്ലിയ സമ്പൽ സമൃദ്ധി തനിക്ക് ഉണ്ടാകേണ്ടതിനായിട്ട് അല്ലിയ അനേക കാര്യങ്ങൾ താൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭരണത്തിന്റെ മികവ് എന്ന് പറയുന്നത് സൈനിക ബലം മാത്രമല്ല, സാമ്പത്തിക ശക്തിയായി വരിക എന്ന് പറയുന്നതും എന്താണ്, ഭരണത്തിന്റെ മികവാണ്. അല്ലെ? ഭരണത്തിന്റെ മികവായിട്ടാണ് അതിനെ കാണുന്നത്. അല്ലിയ ഒരേ സമയത്ത് സാമ്പത്തികമായി ഉന്നമനം ഉണ്ടാകുകയും ഉയർച്ച ഉണ്ടാകുകയും അതേ സമയത്ത് പ്രതിരോധ രംഗത്തും യുദ്ധരംഗത്തും അല്ലിയ അതേപോലെ തന്നെ പ്രാവീണ്യമുള്ള അല്ലെങ്കിൽ ശക്തിയുള്ളതായി മാറുകയും ചെയ്യുന്നതാണ് ഒരു രാജ്യത്തിന്റെ സുസ്ഥിരതയുള്ള ഭരണാധികാരികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ആണല്ലോ, അങ്ങനല്ലേ? അല്ലിയ നമുക്കറിയാം വികസിത രാജ്യങ്ങളെ കുറിച്ചുള്ള ഉദാഹരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവര് ഒരേ സമയത്ത് വികസിത രാജ്യവുമാണ്, അപ്പോൾ തന്നെ വലിയ സൈനിക ശക്തിയുമാണ്. ലോക പോലീസ് എന്നാണ് എന്ത് ചെയ്യുന്നത് അവരെ വിളിക്കുക. അതിലൊക്കെ ആക്ഷേപമുണ്ട് എങ്കിൽ പോലും അങ്ങനെയാണ് അവരെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ അല്ലിയ ഉസിയാവ് എന്ന് പറയുന്ന വ്യക്തി അല്ലിയ ഏകദേശം 52 വർഷം യഹൂദയിൽ ഭരണം കഴിച്ച രാജാവായിരുന്നു ഉസിയാവ്. അല്ലിയ തന്റെ ജീവിതത്തിൽ അല്ലിയ താൻ എപ്പോഴും അല്ലിയ ഭരണരംഗത്ത് മികവുറ്റ ഒരു
വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് തന്നെ കുറിച്ച് കാണുവാനായിട്ട് ഇടയായി തീരും. അല്ലേലിയ, ഞാൻ പറഞ്ഞത് അല്ലേലിയ, അവൻ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്യുന്നവനുമായിരുന്നു. അല്ലേലിയ, അപ്പൊ തന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗത്തും താൻ എങ്ങനെയുള്ളവനായിരുന്നു? ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനായിരുന്നു. അല്ലേലിയ, അതാണ് നമ്മൾ വായിച്ച വേദഭാഗത്തിൽ കടന്നു വരുമ്പോൾ ദൈവഭയത്താൽ അവനെ ഉപദേശിച്ചു വന്ന സക്രിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ എന്ത് ചെയ്തു? ദൈവത്തെ അന്വേഷിച്ചു. അല്ലേലിയ, ഇവൻ ദൈവത്തെ അന്വേഷിച്ചിരുന്ന കാലത്ത് അല്ലേലിയ അവനെ സംബന്ധിച്ചിടത്തോളം അത് എന്തായിരുന്നു? ജയത്തിന്റെ കാലമായിരുന്നു. അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അല്ലേലിയ, അവൻ പുറപ്പെട്ട് 6-ാം വാക്യം വായിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവന് യഹോവയെ അന്വേഷിച്ച് ഇവന്റെ കാലം എന്ന് പറയുന്നത് ഇവൻ എപ്പോഴും എന്തായിരുന്നു? ജയമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നു, ഫെലിസ്ത്യനോട് യുദ്ധം ചെയ്തിട്ട് ആമേൻ ഹല്ലേലൂയ, ഗത്തിന്റെയും എസ്ബോനയുടെയും അസ്തോദിന്റെയും ഒക്കെ എന്ത് ചെയ്യുന്ന പറയുന്നത് മതിലുകളെ ഇടിച്ചു കളഞ്ഞ് അവിടെ എന്ത് ചെയ്തു? അവിടെ ആ ദേശത്ത് എന്ത് ചെയ്തെന്ന് പറയുന്നത്, അവിടെ അവൻ പട്ടണങ്ങളെ പണിതു. ഹല്ലേലൂയ, ചിന്തിക്കണമേ. ഹല്ലേലൂയ, ശത്രു രാജ്യത്തെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അവരുടെ മതിലുകളെ എല്ലാം ഇടിച്ചു കളഞ്ഞ് അവരുടെ നാട്ടിൽ അവരുടെ ദേശത്ത് എന്ത് ചെയ്തു? അവൻ പട്ടണങ്ങളെ പണിയുവാനായിട്ട് എത്തുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഹല്ലേലൂയ, അദ്ദേഹത്തിന്റെ യുദ്ധത്തിലുള്ള വൈവിധ്യവും ആമേൻ ശത്രുക്കളെ തോൽപ്പിക്കുന്ന രീതികളും ഹല്ലേലൂയ എല്ലാം അവൻ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ അവൻ എങ്ങനെയായിരുന്നു എന്നാ പറയുന്നത്? ദൈവത്തിന്റെ ഭയത്തിൽ അവൻ യഹോവയെ അന്വേഷിച്ചു. യഹോവയെ അന്വേഷിച്ച കാലത്ത് ഇവൻ എന്തുണ്ടായിരുന്നു? സമൃദ്ധി. അപ്പൊ യഹോവയെ അന്വേഷിച്ച കാലത്ത് ഇവൻ എന്തായിരുന്നു? ജയത്തിന്റെ കാലമായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നു ഹല്ലേലൂയ, പണിയുന്ന കാലം അല്ലേ? ഹല്ലേലൂയ, ശത്രുക്കളുടെ രാജ്യത്ത് പോയി പട്ടണം പണിയുന്ന നിലയിൽ ദൈവം എന്ത് ചെയ്തു? അവനെ ഉയർത്തുവാനായിട്ട് ഇടയായിരുന്നു. കാരണം അവൻ ദൈവത്തെ അന്വേഷിച്ചത് കൊണ്ട് അവൻ ശത്രുക്കളുടെ രാജ്യത്ത് പോലും അവൻ എന്ത് ചെയ്തു? പട്ടണം പണിയുവാനായിട്ട് ഇടയായി തീർന്നു. വൈകാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തിനോട് കൂടെ നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഹല്ലേലൂയ, സാഹചര്യം എന്ന് പറയുന്നത് ഏറ്റവും സമർത്ഥമായ കാലമാണ്. നമ്മളൊന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ, ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ കാലഘട്ടം എന്ന് പറയുന്നത് ഹല്ലേലൂയ, നമ്മൾ വിചാരിക്കും ഭാരമുണ്ടാകും, പ്രയാസമുണ്ടാകും, നിരാശ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഹല്ലേലൂയ, എന്നാൽ ആ കാലഘട്ടത്തിൽ ഹല്ലേലൂയ അതിന്റെ അപ്പുറത്ത് ഒരു സമൃദ്ധി നിനക്ക് വേണ്ടി ഉണ്ട് എന്ന് ഇന്ന് കാലം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ, അതാണ് നമ്മൾ ഉസിയാവിനെ കുറിച്ച് പഠിക്കുന്നത്. ഹല്ലേലൂയ, ഉസിയാവിനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ ദൈവത്തിനോട് കൂടെയായിരുന്നപ്പോൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, ദൈവത്തോട് കൂടെയായിരുന്നപ്പോൾ ഇവന്റെ ജീവിതത്തിൽ എന്തുണ്ടായിരുന്നു? സമൃദ്ധി ഉണ്ടായിരുന്നു, അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, നന്മയുണ്ടായിരുന്നു. ഹല്ലേലൂയ, അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, അപ്പോൾ ഇവന് അവന്റെ ഭരണകാലത്ത് അവനെ കുറിച്ച് പറയുകയാണ്, അവന്റെ ശ്രുതി എന്ത് ചെയ്തു എന്ന് പറയുന്നത് ബഹുദൂരം പരക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇവന്റെ ഈ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ഹല്ലേലൂയ ആമേൻ നല്ല ഒരു പുരോഹിതനായ സഖരിയാവ് ഹല്ലേലൂയ ഇവനോട് കൂടെയുള്ള ദൈവ മനുഷ്യനായ ഒരു മനുഷ്യൻ ഇവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ ഇവൻ എന്ത് ചെയ്തു? ദൈവത്തിന്റെ വഴികളിൽ നടന്ന് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ദൈവഹിതപ്രകാരം അവൻ കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്തായി മാറി? അനുഗ്രഹമായി മാറുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ, അവൻ യുദ്ധത്തിൽ ജയിക്കുവാനിടയായി തീർന്നു. അവൻ ഹല്ലേലൂയ ദേശങ്ങളെ പിടിച്ചടക്കുവാനിടയായി തീർന്നു. ശത്രു രാജ്യങ്ങളിൽ അവൻ പട്ടണങ്ങളെ പണിയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, അവന്റെ ഖ്യാതി എന്ത് ചെയ്തു?
ദേശാന്തരങ്ങളിൽ, ദേശങ്ങളുടെ അപ്പുറത്ത് എന്ത് ചെയ്തു? പടരുവാനായിട്ട് ഇടയായി തീർന്നു. അതിനെല്ലാം ഒറ്റ കാരണമേ ഉള്ളൂ, അവൻ ദൈവത്തോട് കൂടെയായിരുന്ന കാലത്തിന്റെ പ്രത്യേകതയാണ് അവിടെ കാണുവാനിടയായി തീർന്നത്. എന്നാല് അവൻ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അല്ലേലൂയ. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞല്ലോ, അവന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അവന്റെ ഭരണത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അവന്റെ ദേശം എന്ന് പറയുന്നത് ഏറ്റവും സമ്പൽ സമൃദ്ധമായി, എന്ന് പറഞ്ഞാൽ അതിന്റെ 10ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന, അവന് താഴ്വീതിയിലും സമഭൂമിയിലും വളരെ കന്നുകാലികൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിതു, അനേകം കിണറുകൾ കുഴിച്ചു. അവന് കൃഷിപ്രിയനായിരുന്നാൽ അവന് ഞാൻ പറഞ്ഞത് ദൈവത്തോട് കൂടെയായിരുന്നപ്പോൾ ഇവന് ഭരണത്തിലെല്ലാം എന്തുണ്ടായിരുന്നു? നല്ല വിജയമായിരുന്നു. അവൻ ചെയ്യുന്നതെല്ലാം ഫലകരമായി മാറുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മുടെ കൈകളുടെ പ്രവൃത്തികളെ അനുഗ്രഹമായി അത് സാധ്യമായി മാറണമെങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം ഉസിയാവിന്റെ ജീവിതത്തെ വെച്ച് വളരെ വ്യക്തമായി ഇന്ന് പകൽക്കാലം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അതിന്റെ താഴേക്കുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോഴാണ് ഉസിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരുന്നത്. ഉസിയാവിന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ നാനാവിധത്തിലുള്ള പരിഷ്കാരങ്ങളും ഉയർച്ചയും ഖ്യാതിയും എല്ലാം എന്ത് ചെയ്തു എന്നറിയാമോ? ഇവന്റെ ഹൃദയത്തെ നിഗളത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ഇടയായി തീർന്നു. ഇവന്റെ ഹൃദയത്തെ എന്ത് ചെയ്തു? നിഗളത്തിലേക്ക് കൊണ്ടുപോകാനിടയായി തീർന്നു. കാരണം എന്താണ്? ഇവൻ എന്തൊക്കെയോ ആയി എന്നൊരു തോന്നൽ ഇവന്റെ ഉള്ളിൽ എന്ത് ചെയ്തു? കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. എന്താ പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവത്തോട് കൂടെ ആയിരുന്നപ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം അവനോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ, അർഹിക്കാത്ത പല അനുഗ്രഹങ്ങളും പല നന്മകളും പല വിജയങ്ങളും പല ഉയർച്ചകളും എല്ലാം ദൈവം എന്ത് ചെയ്തു? അവന്റെ ജീവിതത്തിൽ ഒടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഇതെല്ലാം ലഭിച്ചതിന് ശേഷം ഞാൻ എന്തൊക്കെയോ ആയി, ഞാൻ ആരൊക്കെയോ ആയി എന്നുള്ള ഭാവം നിഗളം ഇവന്റെ ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ അവൻ ചെയ്തത് എന്തെന്നറിയാമോ? അവൻ അവിടെ നമ്മൾ വായിക്കുന്നത് അതിന്റെ 16ാമത്തെ എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. പിന്നെ ധൂപപീഠത്തിൽ ധൂപം കാട്ടുവാൻ അവൻ എന്ത് ചെയ്യുക? യഹോവയുടെ ആലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. യഹോവയുടെ പ്രമാണപ്രകാരം അഹരോന്യ പൗരത്യം ഉള്ള ആ പാരമ്പര്യത്തിലുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ? ധൂപം കാട്ടുവാനുള്ള അവകാശമുള്ളൂ. എന്നാൽ ഇവൻ രാജാവാണ്, ഇവൻ പ്രബലനാണ്, സകലത്തിനും ഇപ്പോൾ മേലെ ഉള്ളവനാണ് എന്നുള്ള ഒരു അഹങ്കാരം, ഒരു നിഗളം ഇവന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുന്നത്? യഹോവയുടെ ആലയത്തിൽ ഇനി ധൂപം കാട്ടുന്ന ആരാ? താനാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ്? ധൂപം കാട്ടുവാൻ വേണ്ടി കയറി ചെല്ലുക. ഇത് കണ്ട പുരോഹിതന്മാർ 1ഉം 2ഉം പേരും അല്ല 80 പേർ ഒരുപോലെ എന്ത് ചെയ്തു? അവനെ തടഞ്ഞു. അത് ചെയ്യരുത്, അത് യഹോവയ്ക്ക് നിഷിദ്ധമാണ്, യഹോവയുടെ പ്രമാണത്തെ തെറ്റിക്കുന്നതാണ്, നീ അത് ചെയ്യുവാനായിട്ട് പാടില്ല എന്ന് യഹോവയുടെ പുരോഹിതന്മാർ ഇവനെ തടഞ്ഞിട്ടും എന്ത് ചെയ്യുകയാണ്? അവരെ വാക്കിന് വകവയ്ക്കാതെ അവനെന്ത് ചെയ്യുക? ധൂപം കാട്ടുവാൻ വേണ്ടി കയറി ചെല്ലുകയാണ്. യഹോവയുടെ കോപം എന്ത് ചെയ്തു? അവന്റെ നേരെ ജ്വലിക്കുവാനായിട്ട് തീർന്നു. യഹോവയുടെ കോപം അവന് നേരെ ജ്വലിച്ചു കഴിഞ്ഞപ്പോൾ ആ ക്ഷണത്തിൽ തന്നെ അവന്റെ നെറ്റിയിൽ എന്ത് സംഭവിച്ചു? കുഷ്ഠം പൊങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. കുഷ്ഠം പൊങ്ങിക്കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാരെല്ലാവരും കൂടി എന്ത് ചെയ്തു? ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി കളയുവാനായിട്ട് ഇടയായി തീർന്നു. അവന്റെ അതിനുശേഷം പിന്നെ അവന്റെ ജീവിതം എന്ന് പറയുന്നത് അവൻ
കുഷ്ഠരോഗിയായിട്ട് എന്ത് ചെയ്തത്? ജീവിക്കുന്നത്. അല്ലിയ അവന് ശേഷം അവന്റെ മകൻ അല്ലിയ എന്ത് ചെയ്തു? രാജ്യകാര്യങ്ങളിൽ ഇടപെടുവാനും ഭരിക്കുവാനുമായിട്ട് ഇടപെടുവാനിടയിൽ തീർന്നു. ഇതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അല്ലിയ രാവിലെ ഞാൻ ഈ വേദഭാഗങ്ങൾ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ചിന്ത, അല്ലിയ അവൻ ദൈവത്തോട് കൂടെയായിരുന്നപ്പോൾ, അല്ലിയ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് ദൈവഹിതപ്രകാരം അവൻ ജീവിച്ചപ്പോൾ, അല്ലിയ അവൻ തൊടുന്നതിൽ എല്ലാം ദൈവം എന്ത് ചെയ്തു? അനുഗ്രഹത്തെ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അല്ലിയ അവൻ ഏറ്റവും മികച്ച ഭരണാധികാരി എന്നുള്ള നിലയിൽ, ഏറ്റവും നല്ല അവൻ ഭരണാധികാരി എന്നുള്ള ഖ്യാതി ദേശാന്തരങ്ങളിൽ പോലും എന്ത് ചെയ്തു? അവനെ കുറിച്ച് കേൾക്കുവാനായിട്ട് തീർന്നു. മാത്രമല്ല അവന്റെ രാജ്യത്ത് ഐശ്വര്യ സമ്പത്തുകൾ എന്ത് ചെയ്തു? കുമിഞ്ഞു കൂടുവാനായിട്ട് ഇടയായി തീർന്നു. അല്ലിയ എപ്പോഴാ? അല്ലിയ അവൻ ദൈവത്തോട് കൂടെയായിരുന്നപ്പോൾ. അല്ലിയ അവൻ മരുഭൂമിയിൽ പോലും കിണറുകളെ കുഴിച്ച്, അല്ലിയ അവിടെയും അല്ലിയ ഫലസമൃദ്ധിയുള്ള അവൻ നിലകളിലേക്ക് ആ ദേശത്തെ ഉയർത്തുവാൻ വളർത്തുവാൻ അവൻ കാരണമായി തീർന്നത് അവൻ ദൈവത്തോട് കൂടെയായിരുന്നപ്പോൾ. അല്ലിയ അതിനുശേഷം അല്ലിയ അവന്റെ ഉള്ളിൽ ആ നിഗളം കയറി വന്നപ്പോൾ, അല്ലിയ അവൻ ദൈവിക ശുശ്രൂഷകൾ അവൻ അല്ലിയ എനിക്കും ചെയ്യുവാമെന്നുള്ള ഭാവത്തോടു കൂടി അവൻ യഹോവയുടെ സന്നിധിയിലേക്ക് ആ നിഗളത്തോടു കൂടി കയറി ചെല്ലുമ്പോഴാണ് അവന്റെ പതർച്ച, അവന്റെ അവൻ വീഴ്ച എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അല്ലിയ നാം എത്രത്തോളം ദൈവത്തോട് കൂടെയായിരിക്കുന്നുവോ, എത്രത്തോളം ദൈവത്തോട് പറ്റി നിൽക്കുന്നുവോ, അത്രത്തോളം ദൈവം നമ്മെ സ്നേഹിക്കുകയും ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യും. അല്ലിയ എന്നാൽ ദൈവത്തിന് നാം അകന്നു പോയാൽ, അല്ലിയ നമ്മുടെ വീഴ്ച എന്ന് പറയുന്നത് വലുതായിരിക്കുമെന്ന് ഇന്ന് പോൽക്കാലം നാം മറന്നു പോകരുത്. അല്ലിയ ആമീൻ. എന്തെങ്കിലുമൊക്കെ നാം ആയി, എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ട് എന്നുള്ള ആ നിഗളഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ ഇന്ന് പകൽക്കാലം അല്ലിയ ഉസിയാവിന് സംഭവിച്ചത് നമുക്ക് സംഭവിക്കുവാൻ ഇടയായി തീരരുത്. ദൈവസന്നിധിയിൽ മടങ്ങി വരുവാനായിട്ട് ഇടയായി തീരണം. അല്ലിയ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യണം? ആമേൻ. ഹല്ലേലൂയ. പകരുവാനായിട്ട് ഇടയായി തീരണം. കർത്താവേ, ഹല്ലേലൂയ, എന്നിൽ വന്ന നിഗളങ്ങള്, എന്നിൽ വന്ന പാപങ്ങള്, എന്നിൽ വന്ന മാറ്റങ്ങളെ എല്ലാം എന്ത് ചെയ്യണം? കർത്താവേ, എന്നിൽ നിന്ന് അങ്ങ് മാറ്റിക്കളയണമേ. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് ഇഷ്ടം എന്ത് ചെയ്യുന്നതാ? അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്നതാ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം അതാ പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് എന്ത് ചെയ്യുന്നത് പറയുന്നത്? നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ഒരിക്കലും ഹല്ലേലൂയ ആമേൻ നിഗളം നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മുടെ ആമേൻ വീഴ്ച ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ നാശം അവിടെ എന്ത് ചെയ്യുകയാണ്? ആരംഭിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് ചേർന്നതുകൊണ്ട് ഹല്ലേലൂയ നീ എന്ത് ചെയ്താലും അതിനെന്തുണ്ട്? ഫലമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൽ നിന്ന് മാറി ഹല്ലേലൂയ നീ എന്ത് ചെയ്താലും എന്തില്ല? അതിനൊരു പ്രയോജനം ഉണ്ടാകുകയില്ല എന്നാണ് ദൈവത്തിന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ ആമേൻ ദൈവത്തിൽ വസിച്ചുകൊണ്ട്, ഹല്ലേലൂയ നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിൽ എന്ത് ചെയ്യും? വസിക്കും. ഹല്ലേലൂയ ആമേൻ. ദൈവത്തിൽ വസിച്ചുകൊണ്ടാണ് നാം ചെയ്യുന്നതെങ്കിൽ അതിനെന്തുണ്ടാകും? നല്ല ഫലങ്ങളെ അവൻ നൽകുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഹല്ലേലൂയ. ഉസിയാവിന്റെ ആരംഭം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹമായിരുന്നു, വളരെ സമൃദ്ധിയായിരുന്നു. അല്ലേ? വളരെ സമൃദ്ധിയായിരുന്നു. ഹല്ലേലൂയ. അവൻ നല്ല രീതിയിൽ, ഹല്ലേലൂയ, എപ്രകാരമാണോ ദാവീദിനെ കുറിച്ചും അവൻ ശലോമോനെ കുറിച്ചും പറയുന്നത് അതുപോലെ പറയപ്പെടേണ്ടുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? ഉസിയാവ്. ഹല്ലേലൂയ. എന്നാൽ തന്റെ ജീവിതത്തിന്റെ അവസാനം എന്ന് പറയുന്നത് എന്തായി മാറി? അനുഗ്രഹമല്ലാതെ മാറുവാനായിട്ട് ഇടയത്തുള്ളൂ. കാരണം എന്താണ്? തന്റെ ഉള്ളിൽ കയറുവെന്ന നിഗളം. ഹല്ലേലൂയ. അവൻ ദൈവത്തോട് കൂടെ ഇരിക്കുവാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ, അവൻ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിലനിൽക്കുവാനുള്ള താല്പര്യം തന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ, ഹല്ലേലൂയ, അവൻ താൻ എന്തൊക്കെയോ ആണ്, ഹല്ലേലൂയ, താൻ എന്തൊക്കെയോ നേടി, ഹല്ലേലൂയ, താൻ എത്രയൊക്കെ ഉന്നതനാണ്, എന്നെ കുറിച്ച് ലോകം മുഴുവൻ അറിയും, ഹല്ലേലൂയ, ഞാൻ എന്തോ ആയി എന്നുള്ള ഭാവം അവന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അവന്റെ വീഴ്ച എന്ത് ചെയ്തു? ആരംഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്നത് ഇത് തന്നെയാണ്. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ എത്രത്തോളം താഴാമോ അത്രത്തോളം ദൈവം നമ്മെ എന്ത് ചെയ്യും? ഉയർത്തുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. തിരുവചനമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. തന്നെത്താൻ ഉയർത്തുന്നവരെല്ലാം
താഴ്ത്തപ്പെടും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എന്നാൽ തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവൻ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യും? ഉയർത്തപ്പെടുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാവ് പറയുന്നത്, ഹല്ലേലൂയ, അവൻ ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ, ഹല്ലേലൂയ, അവനൊരു ദർശനം കണ്ടു. ഹല്ലേലൂയ. ഇതുപോലെ അവനെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, അവൻ ഇവൻ എത്ര വലിയ രാജാവായിരുന്നാലും, എത്ര വലിയ ഭരണകർത്താവായിരുന്നാലും, ഹല്ലേലൂയ, അവൻ ചില യാഥാർത്ഥ്യങ്ങൾക്ക് അവൻ തടസ്സമായിരുന്നു എന്നതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അവന്റെ മരണശേഷമാണ് അവൻ യെശയ്യാവിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞത്? ഒരു ദൈവികമായ ദർശനത്തെ അധികമായിട്ട് എന്ത് ചെയ്തത്? കാണുവാനായിട്ട് കഴിഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നാം ദൈവത്തിന്റെ വെളിപ്പാടുകൾക്കോ ദൈവിക പ്രവൃത്തികൾക്കോ ഒരു തടസ്സമായിട്ട് എന്ത് ചെയ്യരുത്? മാറരുത്. ഹല്ലേലൂയ. എങ്ങനെ? ഹല്ലേലൂയ, നമ്മളിൽ സംഭവിക്കുന്ന ഭാവവ്യത്യാസം, നമ്മൾ സംഭവിക്കുന്ന നിഗളങ്ങൾ, നമ്മുടെ സ്വഭാവത്തിൽ വന്നു പോകുന്ന പാകപ്പിഴകൾ ഒന്നും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് എന്തായി മാറരുത്? തടസ്സമായി മാറരുത്. ഹല്ലേലൂയ. ഇതുപോലെ കാലം, ഹല്ലേലൂയ, ദൈവസ്നേഹത്തിൽ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഹല്ലേലൂയ, അവൻ ദൈവത്തോട് കൂടെയായിരുന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടായിരുന്നു. നാമും ദൈവത്തോട് കൂടെയാണ് എങ്കിൽ, ഹല്ലേലൂയ, നാം ദൈവത്തോട് ചേർന്നിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അത് നമുക്ക് എന്ത് ചെയ്യും? ജയം കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അത് നമ്മൾ, ഹല്ലേലൂയ, പ്രതീക്ഷിക്കാത്ത നിലകളിൽ, ഹല്ലേലൂയ, പുതിയത് ചിലത് പണിയുന്ന ഒരു കാലമാക്കി ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ശത്രുവിന്റെ പാളയത്തിൽ പോലും, ഹല്ലേലൂയ, ആമേൻ, അവിടെയും പട്ടണങ്ങളെ പണിയത്തക്ക നിലയിൽ ദൈവം അവനെ ഉയർത്തി. എന്നാൽ അതിനെ, ഹല്ലേലൂയ, അതിന്റെ നടുവിൽ എന്ത് ചെയ്തു? നിഗളിക്കുവാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നാം പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ, നാം നനയ്ക്കാത്ത ഇടങ്ങളിൽ ദൈവം നമുക്ക് ചില നന്മകൾ തരുമ്പോൾ, ദൈവം ചില അനുഗ്രഹങ്ങൾ തരുമ്പോൾ, ഹല്ലേലൂയ, അവൻ ചിലത് ദൈവം നമ്മെ കൊണ്ട് അവിടെ ചെയ്യിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം ചിലത് അവിടെ പണിയുമ്പോൾ, ഹല്ലേലൂയ, അത് ദൈവത്താൽ സംഭവിച്ചതാണ് എന്നോ, അത് ദൈവത്തിന്റെ കൃപയാണ് എന്നോ, ഹല്ലേലൂയ, മനസ്സിലാക്കിക്കൊണ്ട് നീ എളിമപ്പെട്ടില്ല എങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ വീഴ്ചകളും താഴ്ചകളും കടന്നു വരുവാൻ സാധ്യതയുണ്ട്. ദൈവസന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട്, ഹല്ലേലൂയ, എപ്രകാരമാണോ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ നിലയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോയി ദൈവത്തെ ബോധപ്പെടുത്തുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഉസിയാ രാജാവിന്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ച, ഹല്ലേലൂയ, അവൻ സംഭവിച്ചത് നിഗളമായിരുന്നുവെങ്കിൽ, അഹങ്കാരമായിരുന്നുവെങ്കിൽ, ഇതുപോലെ കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവത്തോട് ചേർന്ന് നമ്മൾ അവരുണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നുകൊണ്ട് മാത്രമുള്ളത് മതി നമുക്ക്. ഹല്ലേലൂയ. നിഗളമോ ഭാവമോ ഒന്നും നമ്മിൽ കടന്നു വരാതെ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും ദിവസം നമുക്ക് എല്ലാവർക്കും അവസരം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകളാലും വചനങ്ങളാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം.